ഹലോ നമസ്കാരം. ALG ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു വാച്ച് ബ്രേസ്ലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനു മുൻപ് ഞാൻ വാച്ച് ബ്രേസ്ലെറ്റിന്റെ വീഡിയോ ഇട്ടപ്പോഴേ അത് ചേഞ്ചബിൾ ആയിട്ടുള്ള സ്ട്രാപ്പ് ആയിരുന്നില്ല കേട്ടോ, പെർമനന്റ് സ്ട്രാപ്പ് ആയിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് ചേഞ്ചബിൾ ആയിട്ടുള്ള സ്ട്രാപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുപോലെ കുറച്ച് സ്ട്രാപ്പ് അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രസ്സിനനുസരിച്ച് ഇത് മാറ്റി മാറ്റി ഉപയോഗിക്കാനും പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 8mm ജെല്ലി ബീഡ്സ് ആണ് കേട്ടോ. ബ്ലാക്ക് ജെല്ലി ബീഡ്സ് ആണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്, പക്ഷെ ബാക്കിയും ഞാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 2 ലോബ്സ്റ്റർ ഹുക്കും ഇതുപോലത്തെ 0.8mm ഇലാസ്റ്റിക് ത്രെഡുമാണ്. ആദ്യം ഞാനിവിടെ എൻ്റെ കൈയുടെ മെഷർമെന്റ് എടുക്കുകയാണ്. അതിനേക്കാളും ഇച്ചിരി കൂടുതലും കൂടി എടുക്കണം കേട്ടോ, നമുക്ക് ടൈ ചെയ്യാനായിട്ട് ആവശ്യമുണ്ടല്ലോ. ആദ്യമായി നമുക്ക് ഇലാസ്റ്റിക് ത്രെഡിന്റെ ഒരറ്റത്ത് ലോബ്സ്റ്റർ ഹുക്ക് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വാച്ച് ഡയൽ സിൽവർ ആയതുകൊണ്ട് തന്നെ സിൽവർ കളറിലെ ലോബ്സ്റ്റർ ഹുക്കാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് മുൻപ് ചെയ്ത വീഡിയോയിൽ റോസ് ഗോൾഡ് കളറിലെ വാച്ച് ഡയലാണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ ഇന്ന് സിൽവർ ആവട്ടെ എന്ന് വിചാരിച്ചാണ് സിൽവർ എടുത്തത്. അപ്പോൾ ലോബ്സ്റ്റർ ഹുക്ക് ടൈ ചെയ്ത് കൊടുക്കാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഒരു സിംഗിൾ നോട്ട് ഇട്ട് കൊടുക്കുക, പിന്നെ ഡബിൾ നോട്ട് ഇട്ട് കൊടുക്കുക. അത് 1 or 2 ആവാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സിംഗിൾ നോട്ടും ഒരു ഡബിൾ നോട്ടും ആണ് ഇട്ട് കൊടുക്കുന്നത്. ഡബിൾ നോട്ട് ഇട്ട് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഇലാസ്റ്റിക് ത്രെഡ് ഊരിപ്പോവാതെ നല്ല സെക്യൂർ ആയിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ 2 ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ 2 ഇട്ട് കൊടുക്കണേ. ടൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, നല്ല ടൈറ്റ് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ ഒരു വാച്ച് ബ്രേസ്ലെറ്റ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എക്സ്ട്രാ വരുന്ന ത്രെഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബീഡ്സ് ഓരോന്നോരോന്നായി കോർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8mm ജെല്ലി ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ജെല്ലി ബീഡ്സ് ആണ് കേട്ടോ ഇത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത് ക്രാക്കിൾ ബീഡ്സ് ഉപയോഗിച്ചാണ്. ഇപ്രാവശ്യം നമുക്ക് ജെല്ലി ബീഡ്സ് ഉപയോഗിച്ചുണ്ടാക്കാം. അപ്പോൾ ജെല്ലി ബീഡ്സ് ഓരോന്നോരോന്നായി നമുക്ക് കോർത്ത് കൊടുക്കാം. എൻ്റെ കയ്യുടെ അളവനുസരിച്ച് എനിക്ക് 15 ജെല്ലി ബീഡ്സ് ആണ് കേട്ടോ വേണ്ടി വന്നത്. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സിൻ്റെ ഒക്കെ സെയിലും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇന്ന് 31 ഡിസംബർ അല്ലേ, അപ്പം ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ ആയിട്ട് ഇവിടെ ഫുൾ ഒച്ചയും ബഹളമൊക്കെയാണ് കേട്ടോ. അടുത്തുള്ള പറമ്പിലൊക്കെ പപ്പാഞ്ഞി കത്തിക്കലും പരിപാടിയൊക്കെ ഉണ്ട്. അതാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് കേൾക്കുന്നത്. അപ്പോൾ ബീഡ്സ് എല്ലാം ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അറ്റത്തും കൂടെ ഒരു ലോബ്സ്റ്റർ ഹുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സിംഗിൾ നോട്ടും ഒരു ഡബിൾ നോട്ടും ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വാച്ച് ബ്രേസ്ലെറ്റിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ബ്ലാക്ക് ബീഡ്സും കൊണ്ടാണ് ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് എല്ലാ ഡ്രസ്സിന്റെ കൂടെയും പെയർ ചെയ്യാമായിരുന്നു എന്ന്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം എന്തായാലും ബ്ലാക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് കരുതിയത്. ഈ ഒരു ബ്രേസ്ലെറ്റ് നമുക്ക് ക്രാക്കിൾ ബീഡ്സോ ജെല്ലി ബീഡ്സോ ക്രിസ്റ്റൽ ബീഡ്സോ അല്ലെങ്കിൽ പേൾ ബീഡ്സോ വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഈ ഒരു വാച്ച് ഡയലിന്റെ പ്രൈസ് വരുന്നത് 45 രൂപയാണ്. ഒറ്റൊരു വാച്ച് ഡയൽ വാങ്ങിച്ചാൽ മതി, ഒരു ഗോൾഡും ഒരു സിൽവറും വാങ്ങിച്ചു വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതുപോലെ കുറെ ബ്രേസ്ലെറ്റ്സ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്താൽ മതിയല്ലോ. ഓരോ ദിവസം ഡ്രസ്സിന് മാച്ചായിട്ട് കമ്മല് മാലയൊക്കെ ഇട്ടിട്ട് പോകുന്നത് പോലെ തന്നെ നമുക്ക് വാച്ചും മാറ്റി മാറ്റിയിടാം. അപ്പോൾ ഈ ബ്രേസ്ലെറ്റ് നമുക്ക് വാച്ചിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. വാച്ച് ഡയലിന്റെ ഹോൾ ഉണ്ടാവില്ലേ, അതിലേക്ക് ജസ്റ്റ് ലോബ്സ്റ്റർ ഹുക്ക് ഓപ്പൺ ചെയ്ത് അതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി വാച്ച് ബ്രേസ്ലെറ്റ് എൻ്റെ കയ്യിൽ ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് വാച്ച് ബ്രേസ്ലെറ്റ് എന്ന് എല്ലാവരും പറയണേ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു വാച്ച് ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 3 കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജെല്ലി ബീഡ്, സീ ഗ്രീൻ കളർ ജെല്ലി ബീഡ് വെച്ച്, പിന്നെ ക്രിസ്റ്റൽ ബീഡ് വെച്ച്, പിന്നെ ഒരു പേൾ ബീഡ് വെച്ച്. ഇത്രയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ബ്ലാക്കും പേൾ ബീഡിൻ്റെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പല പല കളറിലുള്ള ബീഡ്സ് വെച്ചൊക്കെ ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും പറയാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മൾ ലോബ്സ്റ്റർ ഹുക്ക് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് അഴിച്ചു മാറ്റി വേറെ നമുക്ക് ഇടാനും പറ്റൂ കേട്ടോ. അപ്പോൾ അടുത്തത് ഞാനിവിടെ ക്രിസ്റ്റൽ ബീഡിൻ്റെ ബ്രേസ്ലെറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ ചാനലാണ് കേട്ടോ. ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ചാനൽ പേജ് ഒന്ന് വിസിറ്റ് ചെയ്ത് ഇതിന് മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതേ ക്രിസ്റ്റൽ ബീഡിൻ്റെ ബ്രേസ്ലെറ്റ് എന്താ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ടാൽ മാത്രം പോരാ കേട്ടോ, നിങ്ങളെല്ലാവരും ചെയ്തും കൂടെ നോക്കണം. ഞാൻ ലോക്കൽ ഷോപ്സിൽ ചോദിച്ചപ്പോൾ വാച്ച് ഡയൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇതിന് മുൻപ് ചെയ്ത വാച്ച് ബ്രേസ്ലെറ്റ്. ഇത് ക്രാക്കിൾ ബീഡ് ഉപയോഗിച്ചാണ് ചെയ്തത്. ഇതിൻ്റെ 2 എഡ്ജസും കണ്ടില്ലേ, അവിടെ ഞാൻ ടൈ ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പെർമനന്റ് ആണ്, നമുക്കിത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയുണ്ട് ഈ വാച്ച് ബ്രേസ്ലെറ്റ് ഒക്കെ? ഇഷ്ടപ്പെട്ടവരെ എന്തായാലും കമൻറ്റ് ചെയ്യണേ.
അപ്പൊ ഇനി ഇതിന്റെ പകൽ വെളിച്ചത്തിലുള്ള വ്യൂ ഒന്ന് കണ്ടാലോ? ഈ വാച്ച് ബ്രേസ്ലെറ്റുകൾ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. അത് മാത്രമല്ല, ഈ 4 നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നും കൂടി കമന്റ് ചെയ്യണേ. ഇന്ന് December 31 ആണ്. അപ്പൊ നാളെ ന്യൂ ഇയർ ആണല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും എന്റെയും എന്റെ ഫാമിലിയുടെ വക ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.